പരമാത്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 13ാമത്തെ മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: ത്രിഗുണമയം തിരുനീർ അണിഞ്ഞൊരീശൻ അകമലരിട്ടു വണങ്ങി അക്ഷം ആറി സകലം അഴിഞ്ഞു തണിഞ്ഞ് കേവലത്തിൻ മഹിമയും അറ്റുമകസിൽ ആണിടേണം. ത്രിഗുണമയം തിരുനീർ അണിഞ്ഞൊരീശൻ അകമലരിട്ടു വണങ്ങി അക്ഷം ആറി സകലം അഴിഞ്ഞു തണിഞ്ഞു കേവലത്തിൻ മഹിമയും അറ്റുമകസിൽ ആണിടേണം. നമുക്ക് ഇതിൻ്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ത്രിഗുണമയം, സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളെ കരിച്ചെടുത്ത് തിരുനീറണിഞ്ഞ ഭസ്മം പൂശിയിരിക്കുന്ന ഒരു ഈശന്, ഏകനായ ഈശ്വരന് അകമലരിട്ട് സങ്കല്പങ്ങളാകുന്ന പൂക്കൾ അർപ്പിച്ച് വണങ്ങി സമർപ്പണ മനോഭാവത്തോടുകൂടി അക്ഷം ആറി ഇന്ദ്രിയങ്ങൾക്കു വിഷയങ്ങളോടുള്ള കൊതി ആറിത്തണുത്ത് സകലം അഴിഞ്ഞ് എല്ലാ ലൗകിക ബന്ധങ്ങളിൽ നിന്നും മുക്തനായി തണിഞ്ഞ് ശാന്തചിത്തനായി കേവലമായതിൻ്റെ മഹിമയും മറ്റ് അത്ഭുതാധരങ്ങളും ഇല്ലാതായി മഹസ്സിൽ ആത്മജ്യോതിസിൽ ആണിടേണം, അതായി തീരണം. ഒരിക്കൽ കൂടി പറയാം. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളെ കരിച്ചെടുത്ത് ഭസ്മം പൂശിയിരിക്കുന്ന ഏകനായ ഈശ്വരന് സങ്കല്പങ്ങളാകുന്ന പൂക്കൾ അർപ്പിച്ച് സമർപ്പണ മനോഭാവത്തോടുകൂടി ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള കൊതി ആറിത്തണുത്ത് എല്ലാ ലൗകിക ബന്ധങ്ങളിൽ നിന്നും മുക്തനായി ശാന്തചിത്തനായി കേവലമായതിൻ്റെ അത്ഭുതാധരങ്ങളും ഇല്ലാതായി ആത്മജ്യോതിസിൽ ആണ്ടുപോയി അതായി തീരണം എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. നമുക്ക് കുറച്ച് ആഴത്തിലേക്ക് കടക്കാം. പ്രകൃതി ത്രിഗുണാത്മികയാണ്. നമ്മുടെ ഈ പ്രകൃതി എന്താണ്? ത്രിഗുണാത്മിക, അതായത് 3 ഗുണങ്ങളോട് കൂടിയവള്. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളാണ് മനുഷ്യനെ കർമ്മങ്ങളുടെ ഏടാകൂടങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ 3 ഗുണങ്ങളുടെ നീരാളി പിടുത്തത്തിൽ നിന്നും മുക്തനാകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈശ്വരനിൽ പൂർണ്ണമായും ശരണം ഗമിച്ചിരിക്കണം. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളിൽ നിന്നും നമ്മൾ മുക്തരാകണമെങ്കിൽ സർവശക്തനായ ഈശ്വരനിൽ നമ്മൾ പൂർണ്ണമായും ശരണം പ്രാപിച്ചിരിക്കണം. ഈശ്വരനാകട്ടെ ഈ 3 ഗുണങ്ങളെയും അതിജീവിച്ചു നിൽക്കുന്ന ഏകനായ പൊരുളാണ്. അക്കാര്യം പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നതാണ് ഇവിടെ ഭസ്മം പൂശി നൃത്തം ചെയ്യുന്ന താണ്ഡവ നടരാജൻ. അതിനെ പരോക്ഷമായി മാത്രമേ ഇവിടെ ധ്വനിപ്പിക്കുന്നുള്ളൂ. നമ്മുടെ സങ്കല്പസൂനങ്ങളാണ് ഈശ്വരന് അർച്ചനയായി നൽകുന്നത്. ഈശ്വരന് അർച്ചനയായി നൽകുന്നത് നമ്മുടെ സങ്കല്പസൂനങ്ങളാണ്. എളിമയോടുകൂടി വേണം എല്ലാ സങ്കല്പങ്ങളെയും കർമ്മങ്ങളെയും ഈശ്വരന് സമർപ്പിക്കേണ്ടത്. നമ്മൾ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്? വളരെ എളിമയോടുകൂടി വേണം ഈശ്വരന് നമ്മുടെ അർച്ചനകൾ സമർപ്പിക്കാൻ. അതിലൂടെ മാത്രമേ നമുക്ക് ഇന്ദ്രിയങ്ങളിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാമനകളെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. കാമനകളാണ് ലോകത്തിൽ നമ്മെ ബന്ധിപ്പിച്ചിരിക്കുന്നത്, അല്ലേ? ഓരോരോ കാമനകൾ, അതായത് ഓരോരോ ആഗ്രഹങ്ങളും നമ്മൾ ഓരോന്നിനെയും ഭ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പോൾ അതാണ് നമ്മളെ ഈ ലോകത്തിൽ നമ്മെ പലതുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഈശ്വരാർപ്പണത്താൽ സകല ബന്ധനങ്ങളും അഴിഞ്ഞു മാറും. അന്ധകരണങ്ങളിൽ പിരിമുറുക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ചൂടെല്ലാം തണുത്തുറഞ്ഞ് ശാന്തിദായകമായ ഒരനുഭവത്തെ ഉള്ളിലുണ്ടാക്കും. ഇത് ഈശ്വര അനുഭവമാണ്. ഇങ്ങനെ
അന്ധകരണങ്ങളിൽ പിരിമുറുക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ചൂടെല്ലാം തണുത്തുറഞ്ഞ് ശാന്തിദായകമായ ഒരനുഭവത്തെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് ഒരു ഈശ്വരാനുഭവം തന്നെയാണ്. ഈശ്വരാനുഭവം ഉണ്ടാകുമ്പോൾ അറിയാതെ നമ്മൾ ആശ്ചര്യപരതയിൽ മതിമറന്ന് ഒരു ഭ്രാന്തനെ പോലെ ജീവിച്ചെന്ന് വരാം. അവിടെയും നാം നമ്മുടെ അന്വേഷണത്തെ നിർത്തുവാൻ പാടില്ല. വീണ്ടും വീണ്ടും പൂർണ്ണമായ നില കൈവരിക്കുന്നതുവരെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കണം. രണ്ടെന്നുള്ള ഭാവം ഇല്ലാതാകുന്നതുവരെ ആദിമകത്തിൽ ആണ്ടുകൊണ്ടേയിരിക്കണം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്നത്തെ ഈ ലഘുവ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാകുകയാണ്. നമുക്ക് അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം